നമസ്കാരം എല്ലാവർക്കും SGS മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ബഡ്ജറ്റ് റേഞ്ചിൽ മികച്ച ഫോണുകളാണ് റിയൽമി സി സീരീസിൽ ഇറക്കുന്ന ഫോണുകൾ. ഇപ്പൊ ഇതാ റിയൽമി C2 എന്ന സക്സസറിന് ശേഷം റിയൽമി അവരുടെ പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, റിയൽമി C3 എന്ന പേരിൽ. ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ 6000 അല്ലെ 7000 രൂപ റേഞ്ചിൽ ഒരു ഗെയിമിംഗ് ഫോൺ, മികച്ചൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് റിയൽമി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക്കിന്റെ ഹീലിയോ G70 ആണ്. അതായത് സ്നാപ്ഡ്രാഗൺ ഒരു 660-665 റേഞ്ചിലൊക്കെയുള്ള ആ ഒരു പ്രൊസസറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊസസർ തന്നെയാണ് മീഡിയാടെക്കിന്റെ ഹീലിയോ G70 എന്ന് പറയുന്നത്. സാധാരണ ഇത്തരം പ്രൊസസറുകളെല്ലാം 10,000 രൂപയ്ക്ക് മുകളിൽ അല്ലെ 13,000-15,000 രൂപയ്ക്കൊക്കെ ആയിരുന്നു ഇതുപോലുള്ള പ്രൊസസർ കണ്ടുവന്നിരുന്നത്. ഇപ്പൊ റിയൽമി ഇതാ വില കുറച്ച് മികച്ച പ്രൊസസറുകൾ അടങ്ങിയ ഫോണുകൾ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ 2020 നല്ലൊരു മാറ്റം തന്നെയാണ് റിയൽമി കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ഗെയിമിംഗ് ഫോൺ എന്ന് കരുതി വലിയ ഗെയിമിംഗ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. കാരണം ഇതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 10,000 രൂപയുടെ മുകളിലുള്ള ഫോണുകളിലൊക്കെ ആ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് മാത്രമേ പ്രതീക്ഷിക്കാവൂ. 20,000 മുകളിലൊക്കെ ഉള്ള റോക്ക് ഫോൺ അല്ലെ K30 അതുപോലുള്ള ഫോണുകളുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഏകദേശം 10,000 മുകളിൽ നിൽക്കുന്ന ഫോണുകളുമായിട്ട് മാത്രം കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക്കിന്റെ ഹീലിയോ G70 ആണ്. പിന്നീട് ഇതിനൊരു ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഗെയിമിംഗ് സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ ഫോൺസുകളെല്ലാം കണ്ടിട്ടുള്ള കൂട്ട് തന്നെ ഗെയിമിംഗ് സ്പേസ്, അതായത് ഈ ഗെയിം കളിക്കുന്ന സമയങ്ങളിൽ കോളുകളോ അതുപോലെ തന്നെ മെസ്സേജുകളോ നോട്ടിഫിക്കേഷനുകളൊക്കെ വന്ന് നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ ഗെയിമിംഗ് സ്പേസ് എന്ന് പറഞ്ഞൊരു സ്പേസ് കൂടെ ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ PUBG ഒക്കെ കളിക്കുമ്പോൾ കോളുകളും വന്നൊന്നും സെർവർ നഷ്ടപ്പെടാതെയൊക്കെ നമുക്ക് ഗെയിം സുഖമായിട്ട് കളിക്കാവുന്നതായിരിക്കും. പിന്നീട് ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ഒരു ബാറ്ററിയാണ്. കമ്പനി പറയുന്നത് 28 മണിക്കൂറോളം ഇത് നിൽക്കുമെന്നാണ്. എന്തായാലും ഗെയിമേഴ്സിനൊക്കെ നല്ലൊരു ബാറ്ററി ലൈഫ് ഉള്ള ഫോൺ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 5000 mAh സുഖമായിട്ട് നമുക്ക് നിൽക്കുന്നതായിരിക്കും. നമുക്കറിയാം റിയൽമി C2 ബഡ്ജറ്റ് റേഞ്ചിൽ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ആണ് നൽകിയത്. അതേ ഒരു ക്യാമറ തന്നെയാണ് ഈ ഒരു റിയൽമി C3യിലും വരുന്നത്. 12 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസിങ്ങും പിന്നെ സെൽഫിക്കായിട്ട് ഒരു 5 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിയൽമി C സീരീസിലൊന്നും ഫിംഗർ പ്രിന്റ് കണ്ടിട്ടില്ല, കാണാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു റേഞ്ച്, അതായത് 6000 അല്ലെ 7000 രൂപയ്ക്കൊക്കെ മറ്റു ഫോണുകളിലൊന്നും ഫിംഗർ പ്രിന്റുകൾ കണ്ടിട്ടില്ല. പിന്നീട് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ റിയൽമിയുടെ 5i കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു റിയൽമി C3യിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. പിന്നെ ഇതിന്റെ സ്ക്രീൻ സൈസ് പറയുകയാണെങ്കിൽ ഡയഗണലി 6.5 ഇഞ്ച് ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്ക്രീൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടോളായിട്ടുള്ള ഒരു ഫോണാണ്. കൈ വീതി കുറഞ്ഞിട്ട് നല്ല ടോളായിട്ടുള്ള ഫോൺ. അതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും. ഇനി ഔട്ട് ഓഫ് ദി ബോക്സ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10ലാണ് ഇത് വരുന്നത്. മറ്റു ഫോണുകൾ കണ്ടതിനോട്ട് കളർ വോയിസിലല്ല ഇതിന്റെ UI വരുന്നത്. റിയൽമിയുടെ തന്നെ റിയൽമി UI വെർഷൻ 1.0ലാണ് ഇത് വരുന്നത്. റിയൽമി UI എന്ന് പറയുന്നത് ഏകദേശം സെയിം ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് കൂട്ടാൻ തന്നെയാണ്. ഇനി ഇതിന്റെ ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് 3GB 32GB അതുപോലെ തന്നെ ഹൈൻഡ് പറയുന്നത് 4GB 64GB വേരിയന്റ് ആണ് ഇതിൽ വരുന്നത്. സോ 6,999 റുപ്പീസിന് മികച്ചൊരു ഗെയിമിംഗ് ഫോൺ തന്നെ ആയിരിക്കും റിയൽമി പ്രൊവൈഡ് ചെയ്യുന്നത്. 2020 ഈ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന ഈ ഒരു ഫോണുമായിട്ടായിരിക്കും. സോ ഇതാണ് റിയൽമി C3യെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.